ഒരു സാമാജികൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സംസാരിക്കാനും പ്രസംഗിക്കാനും എഴുന്നേൽക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ ആവേശഭരിതരാകുന്നതിൽ ആശ്ചര്യപ്പെടാനോ അമ്പരക്കാനോ ഒന്നുമില്ല. എന്നാൽ ഒരു സാമാജികൻ സംസാരിക്കാനായി എഴുന്നേൽക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ കേരളം മുഴുവൻ ഒരാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ അയാളുടെ പേരാണ് എം സ്വരാജ്. കാമ്പും കരുത്തുമുള്ള മാനം നൽകി സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ സ്വരാജിന് കഴിഞ്ഞു എന്നതിൽ ലവലേശം സംശയിക്കേണ്ടതില്ല. എന്തുതരം കൃത്യതയോടെയാണ് വാക്കുകളെ അളന്നു മുറിച്ച് അതിനൊരു പുതിയ മാനദണ്ഡം കുറിക്കേണ്ടതെന്ന് കൃത്യമായ ചേരുവ സ്വരാജിനേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് സ്വരാജ് തിരിച്ചെത്തിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റും കൂടുതലായുള്ളത്. സമകാലിക രാഷ്ട്രീയത്തിൽ ഏതു വിഷയത്തെക്കുറിച്ചും ശക്തമായും വ്യക്തമായും മുഷിപ്പില്ലാതെ എന്നാൽ എതിരാളിയുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാനും സ്വരാജിനോളം ഉറപ്പ് നിലമ്പൂരിൽ മത്സരിക്കുന്ന മറ്റാർക്കുമില്ല എന്ന് സധൈര്യം നമുക്ക് പറയാൻ കഴിയും. ഒരു മികച്ച ഭരണകർത്താവ് ആരായിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നതിനും ഉത്തമ ഉദാഹരണമാണ് സ്വരാജ്. സത്യാനന്തര കാലത്ത് നേരിന്റെ കാവൽക്കാരനാണ് സ്വരാജ് എന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ പറഞ്ഞത് വെറുതെയല്ല. സത്യാനന്തര കാലത്ത് നേരിന്റെ കാവൽക്കാരനാണ് സ്വരാജ് എന്നും നമ്മുടെ നിയമനിർമ്മാണ സഭയ്ക്ക് അത്യാവശ്യം വേണ്ടയാളാണ് സ്വരാജ് എന്നും ബിജിപാൽ അഭിമാനത്തോടെ പറയുമ്പോൾ അത് കേരളക്കര ഒന്നാകെ അംഗീകരിക്കുകയാണ്. എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജനപക്ഷത്ത് നിന്നുള്ള നിലപാടുകളാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹത്തിനും പിന്തുണയ്ക്കുമുള്ള കാരണം. മനുഷ്യപക്ഷത്ത് നിന്നുള്ള വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സ്വരാജിന്റെ നിലപാടുകൾക്ക് രാഷ്ട്രീയ കേരളം എന്നും കാതോർത്ത് നിൽക്കാറുണ്ട്. സമകാലിക രാഷ്ട്രീയത്തിൽ അദ്ദേഹം സ്വീകരിച്ച മനുഷ്യപക്ഷത്ത് നിന്നുള്ള നിലപാടുകൾ ഉത്കർഷ നൽകുന്നവ കൂടിയാണ്. ബാബറി മസ്ജിദ്, ഗാസ, എമ്പുരാൻ, യുദ്ധം തുടങ്ങിയ വിഷയങ്ങളിൽ പരിണതപ്രജ്ഞനായ എം സ്വരാജിന്റെ അഭിപ്രായങ്ങൾ സാധാരണക്കാർക്ക് പോലും വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കി കൊടുക്കുന്നതും കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നതുമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും ജനനേതാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു യുദ്ധമായി കണക്കാക്കുകയാണെങ്കിൽ യുദ്ധമുന്നണിയിലെ ഏറ്റവും നീതിമാനായ യോദ്ധാവ് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: എം സ്വരാജ്.